പ്രധാനമായിട്ടും ഒരു നാട്ടിലത്തെ നട്ടെല്ലെന്ന് പറയുന്നത് കൃഷിയും വിദ്യാഭ്യാസവും അവിടുത്തെ യുവജനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഫണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കർഷകരുടെ ആത്മഹത്യ ഇതെല്ലാം കൂടിക്കൂടി വരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വളരെ കുറഞ്ഞായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തായാലും ഈ ഫ്രീ ആയിട്ട് ഡിഗ്രി കോഴ്സ് നമ്മുടെ നാട്ടിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കുറേ കുട്ടികൾ പുറത്തെല്ലാം പോയിട്ട് നല്ല എക്സ്പെൻസുള്ള കോഴ്സെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് അതേപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ടും നല്ലതാണ്. പൊതുവേ നല്ലൊരു അഭിപ്രായമാണ് ഈ വർഷത്തെ ബഡ്ജറ്റിനുള്ളത്. ഓക്കെ, അതിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ അതുപോലത്തെ കുറേ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നല്ലതായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഗവൺമെൻറ് കുറച്ചുകൂടി വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. വലിയ രീതിയിൽ കയ്യടി നേടാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിയമസഭയിൽ ഈ ബജറ്റ് അവതരണത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ കോടികളുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് വ്യവസായ സമൂഹത്തിന്, വ്യാപാര സമൂഹത്തിനും വലിയ തോതിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കിട്ടി എന്ന കാര്യത്തിലൊക്കെ ചർച്ച ഇപ്പോൾ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളും നടത്തുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ബജറ്റ് ചർച്ചയും നടത്തുന്നുണ്ട്. നമ്മൾ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത്, സെക്രട്ടറി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൊതുവായി എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ ധനമന്ത്രി പ്രഖ്യാപിച്ചുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? ഇതൊരു ഇലക്ഷൻ ബജറ്റാണ്. ബേസിക്കലി ഇറ്റ്സ് എൻ ഇലക്ഷൻ ബജറ്റ്. Lot of stops for insurance, accident insurance and various other things. Especially for business ആയിട്ട് കാര്യമായിട്ട് കാണുന്നില്ല. ഒന്ന് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡാവോസിൽ കിട്ടിയ ഒരു 1.1 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഉണ്ട്. അത് എത്ര പ്രപ്പോസൽസാണ് ഇംപ്ലിമെൻറ്റ് ആവുന്നതെന്ന് ഗ്യാരണ്ടി ആവുന്നില്ല. സോ ബേസിക്കലി ഇറ്റ് ഇസ് എൻ ഇലക്ഷൻ ബജറ്റ്. യെസ്, നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിയിരുന്നത് അഴീക്കോട് മണ്ഡലത്തിൽ, നമുക്കറിയാം മലബാർ ഇൻ്റർനാഷണൽ പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ പോർട്ടിന് വലിയ തോതിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട്? ടോട്ടൽ അലോക്കേഷൻ 6 crores ആണ്. 6 crores എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ ചിലപ്പോൾ വി വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് വിത്ത് ദാറ്റ്. So it is a very, very little small amount. വലിയ ആകാംക്ഷയോടെ നിന്നതായിരുന്നു ആ പ്രഖ്യാപനം. Correct. We were expecting at least 100+ crores to start the project. But കിട്ടിയത് ഇപ്പോൾ 6 crores ആണ് for this year, which is very, very less. We have been waiting ഒരു 30-40 കൊല്ലമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സംഗതിയാണ്. ബട്ട് 6 crores is very, very ഒരു തുച്ഛമായ ഒരു എമൗണ്ട് ആണ്. ജസ്റ്റ് പ്രോജക്റ്റ് റിപ്പോർട്ടേ ആവുള്ളൂ. ശരിക്കും വിഴിഞ്ഞം പോലെ ഒരു വലിയ സാധ്യതയുള്ള ഒരു പോർട്ടാണ് നമ്മുടെ അഴീക്കൽ പോർട്ട്. അപ്പോൾ മലബാർ ഇൻ്റർനാഷണൽ പോർട്ട് എന്നായി അതിനൊരു പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായില്ല എന്നൊരു നിരാശയാണ്. കറക്റ്റ് ആബ്സല്യൂട്ട്ലി. 6 crores is very, very small amount. അതിനെക്കൊണ്ട് ഒന്നും ഇത് നീങ്ങൂല. ഇറ്റ് വിൽ ജസ്റ്റ് ഹാവ് സം ബ്യൂറോക്രാറ്റിക് ഒരു സെറ്റപ്പ് ആവുമെന്നല്ലാണ്ട് അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയാൻ പറ്റില്ല. ഈ ബജറ്റിൽ എന്തായാലും പറയാൻ പറ്റില്ല. മേ ബി ആഫ്റ്റർ ദ ഇലക്ഷൻസ് മേ ബി സം തിങ്സ് മേ ചേഞ്ച്. ബട്ട് ആസ് ഓഫ് നൗ ഒന്നും ഇറ്റ് ഇസ് ഓൾമോസ്റ്റ്. ഇങ്ങനെയൊരു പദ്ധതി നമുക്ക് ഒരു ആശാവഹമാണ്. അങ്ങനത്തെ പദ്ധതി കുറേ ഉണ്ട്. ഓൾ ദ ലോട്ട് ഓഫ് പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കംപ്ലീറ്റ് ആവുന്നില്ല. ഒരുപാട് പദ്ധതി ഇങ്ങനെ ഹാഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇൻഫ്രാ പാർക്ക് ആയാലും ഒരുപാട് പൈസയെല്ലാം ചിലവ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ബട്ട് എൻഡിങ് കംപ്ലീഷൻ ആവുന്നില്ല. ആ കംപ്ലീഷൻ ആവുന്നവരെ ആ പദ്ധതി യു ഷുഡ് കണ്ടിന്യൂ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു ഓപ്പറേഷനിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ്, മുഖ്യമന്ത്രി അടക്കം. അതിവേഗ റെയിൽ പദ്ധതി, നേരത്തെ സിൽവർ ലൈൻ എന്നുള്ള പദ്ധതി വന്നു, കെ റെയിൽ, അത് ഏതാണ്ട് നടപ്പാവില്ല എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അതിവേഗ റെയിൽ എന്ന ഒരു പദ്ധതിയുമായി വരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഏതാണ്ട് 5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബൃഹത് പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ബജറ്റിലും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പദ്ധതിയെ എങ്ങനെയാണ് കാണുന്നത്? RRTS എന്ന് പറഞ്ഞ പേരാണ് ഇപ്പം മാറ്റിയിട്ടുള്ളത്. അതിന് 100 crores അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ദറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റെപ്പ്. ബേസിക്കലി നല്ല സ്റ്റെപ്പാണ്. ബട്ട് അത് പെട്ടെന്ന് ആവണം. വി ഷുഡ് ഒരു ടൈം ബൗണ്ട് ആയിട്ട് അത് ഇംപ്ലിമെൻ്റ് ആവണം. വിതിൻ നെക്സ്റ്റ് 4-5 years ഇറ്റ് ഷുഡ് ബി ഓപ്പറേഷണൽ. ഇപ്പോൾ വാട്ട് ഫോർമാറ്റ് ഇറ്റ് ഈസ് അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് തന്നെ 10 കൊല്ലമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്.
ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എതിർപ്പുകളും വ്യാപകമായി വരാറുണ്ട്. ഈ പദ്ധതിക്കും ആ രീതിയിലുള്ള എതിർപ്പുകൾക്ക് സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വികസനത്തിൽ നിന്നും പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാവലുണ്ട്. എസ്പെഷ്യലി കേരള ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ടാവലുണ്ട്. ബട്ട് അത് കുറച്ച് ഫോഴ്സ് ചെയ്തിട്ട് തന്നെ പോകണം, എന്നാലേ അത് കുറച്ച് സ്മൂത്തായിട്ട് നടക്കുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ബിഫോർ സ്റ്റാർട്ടിങ് എ പ്രോജക്റ്റ് കറക്റ്റായിട്ട് പ്ലാനിങ് വേണം. ഗെറ്റ് ദ ഫുൾ ഫീഡ്ബാക്ക്, മേക്ക് എ പെർഫെക്റ്റ് പ്ലാൻ. പിന്നെ അതിൽ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഹാസ് ടു ഗോ ഫുൾ സ്പീഡായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതാണ് ഞങ്ങളെ ഒരു ഐഡിയ. ബട്ട് ബിഫോർ സ്റ്റാർട്ടിങ് നല്ലോണം പ്ലാൻ ചെയ്യണം. ഒരു റോങ് അലൈൻമെൻറ്റോ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NH-ൻ്റെ ബൈപ്പാസ് തന്നെ കാണുമ്പോൾ സർവീസ് റോഡ്സ് ആർ വെരി വെരി നാരോ. ഒരു നെക്സ്റ്റ് ഒരു 10-20 കൊല്ലത്തേക്ക് ആ സർവീസ് റോഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി. സോ ദാറ്റ് ഈസ് എ വെരി വെരി ഒരു ബാഡ് പ്രസിഡൻ്റ് ആണ്. പ്ലാനിങ് സ്റ്റേജിൽ ഒരുപാട് മെനക്കെടുക, പിന്നെ നല്ല ഫോഴ്സിൽ തന്നെ പോവുക. അതാണ് ഞങ്ങളെ. എങ്ങനെയാണ് വാണിജ്യ വ്യാപാര മേഖല പ്രതീക്ഷിച്ച അത്ര നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്? കറക്റ്റ്. എസ്പെഷ്യലി നോർത്ത് കേരള കാര്യമായിട്ട് ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും കാര്യമായിട്ടില്ല. ബട്ട് ഐ തിങ്ക് ലോട്ട് ഓഫ് തിങ്സ് ഫോർ ദ ജനറൽ പബ്ലിക്. ഫോർ എക്സാമ്പിൾ ഓട്ടോന് വേണ്ടിയിട്ട് ഒരുപാട് സ്ക്രാപ്പ് വാല്യൂ കൂട്ടിയിട്ടുണ്ട്. ഇൻഷുറൻസ്, ലോട്ട് ഓഫ് ഇൻഷുറൻസ് ഫോർ ആക്സിഡൻറ്റ്, ഫോർ ഫിഷർമെൻ, ലോട്ട് ഓഫ് ഇൻഷുറൻസ്. അതെല്ലാം നല്ല കാര്യം തന്നെ. ഇറ്റ് ഇസ് ഓൾ വെരി വണ്ടർഫുൾ തിങ്സ് ദേ ഹവ് ഡൺ. ബട്ട് ഫോർ ബിസിനസ് സെക്ടർ ആസ് സച്ച് കാര്യമായിട്ട് ഞങ്ങൾക്കൊരു ബുള്ളിഷായിട്ട് വരുന്നില്ല. എന്തായാലും സച്ചിൻ സൂര്യകാന്ത് പറഞ്ഞതുപോലെ ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് കേരളം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം നിരവധി പ്രഖ്യാപനങ്ങൾ, ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ. 1000 രൂപ അവർക്ക് വർധന, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഈ ബജറ്റിൽ. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ, അത് സർക്കാർ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ ഈ പദ്ധതി നടപ്പാക്കും. മെഡിസപ്പിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ, ഇങ്ങനെ വലിയ രീതിയിൽ ക്ഷേമ പെൻഷനുകളുടെ പ്രഖ്യാപനം, ഇങ്ങനെയൊക്കെ ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒരു ഫലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയും. കണ്ണൂർ ജില്ലയ്ക്ക് എന്തൊക്കെ കിട്ടി എന്നതും നമ്മൾ ഏറെ ആകാംക്ഷയോടെ നോക്കുന്ന കാര്യമാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറി അനിൽകുമാർ ആ കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം എല്ലാ ബജറ്റുകളിലും കണ്ണൂരിന് എന്ത് കിട്ടി എന്നാണ് പ്രധാനമായും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ഈ നോർത്ത് മലബാർ മേഖലയിൽ എന്തൊക്കെ കിട്ടി എന്ന കാര്യങ്ങൾ അവർ പ്രത്യേകമായി വിശകലനം ചെയ്യാറുണ്ട്. എന്തായാലും കണ്ണൂർ ജില്ലക്ക്, കാരണം കണ്ണൂരാണ് മുഖ്യമന്ത്രിയുടെ ജില്ല എന്നുള്ള പരിഗണന കൂടിയുണ്ട് കണ്ണൂരിന്. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നതാണ് സഫാരി പാർക്ക്, തളിപ്പറമ്പിലെ സഫാരി പാർക്ക്. തളിപ്പറമ്പിലെ ആ സഫാരി പാർക്കിന് 4 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ കണ്ണൂരിന് വേണ്ടിയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുൻ വർഷത്തെ ബജറ്റ് അപേക്ഷിച്ച് അത്തരത്തിലുള്ള ഒരു വലിയ പരിഗണന കണ്ണൂരിന് കിട്ടിയിട്ടുണ്ടോ? നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ആദ്യം പറയാൻ പറ്റുന്നത്, നമ്മുടെ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നൽകുന്ന ബജറ്റല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സംരംഭകർക്ക് നിരാശ നൽകുന്ന ഒരു ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ അഭിനന്ദനാർഹം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തിയ ഒരു ബജറ്റ് എന്ന നിലയിൽ അത് തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ MC റോഡ്, മെയിൻ സെൻട്രൽ റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് 517 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ കുറേ കൂടി വികസിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് IT പാർക്ക്. അതിൻ്റെ എക്വിസിഷനൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ നേരത്തെ പറയുന്നുണ്ടെങ്കിലും അതിന് കഴിഞ്ഞ ബജറ്റിലൊക്കെ തന്നെ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും പറഞ്ഞു കണ്ടില്ല എന്നുള്ളത് വിഷമകരമാണ്. കാരണം നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിൻ്റെ ഇനിയുള്ള വികസനം എന്ന് പറയുന്നത് IT-യിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ തീർച്ചയായും IT-ക്ക് കുറേ കൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ
ഓൾ ഓവർ കേരള എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ യുവാക്കളെ മാറ്റുന്നതിനു വേണ്ടി കൂടുതൽ IT മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ആ മേഖലയിലേക്ക് ഒരുപാട് ഫണ്ടൊക്കെ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി കണ്ണൂരിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഏറെ സന്തോഷകരം എന്ന് പറയുന്നത് നമ്മുടെ പെർളശ്ശേരിയിൽ ഒരു പ്രത്യേക മ്യൂസിയം വരുന്നു എന്നാണ്. ഇപ്പം നമ്മുടെ ടൂറിസം രംഗത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ തീർച്ചയായിട്ടും പെർളശ്ശേരിയിൽ മ്യൂസിയം വരുമ്പോൾ നമ്മളെ ടൂറിസ്റ്റുകളിലൂടെ വരാനും നമ്മളുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായി മാറാൻ അത് കഴിയുമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ധർമ്മടത്ത് അണ്ടർപാസിന് വേണ്ടിയിട്ട് പ്രത്യേക പൈസ ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ടെക്സ്റ്റൈലിന് പേരുകേട്ട ജില്ലയാണ് കണ്ണൂർ. അപ്പം ഇവിടുത്തെ നമ്മുടെ കൈത്തറിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കൈത്തറി മ്യൂസിയത്തിന് വേണ്ടിയിട്ടും ബജറ്റിൻ്റെ അകത്ത് തുക മാറ്റിവെച്ചതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ സഫാരി പാർക്ക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ബജറ്റിലും നമ്മുടെ തളിപ്പറമ്പിൽ സഫാരി പാർക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വർഷം ആ സഫാരി പാർക്കിന് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും കുറച്ചുകൂടി തുക മാറ്റിവെക്കുന്നതായി കാണുന്നു. അങ്ങനെ കണ്ണൂരിന് ഈ രീതിയിൽ ടെക്സ്റ്റൈലായി കഴിഞ്ഞാലും മ്യൂസിയം രംഗത്തായി കഴിഞ്ഞാലും അതുപോലെ അഴീക്കൽ നേരത്തെ നിങ്ങൾ പ്രസിഡന്റിനോട് ചോദിക്കുന്നതായി കേട്ടു. നമ്മുടെ മലബാർ ഗ്രീൻ പോർട്ട് എന്ന പേരിൽ അഴീക്കൽ പോർട്ടിനെ ഇൻ്റർനാഷണൽ പോർട്ടായി വിഴിഞ്ഞം പോലുള്ള മറ്റൊരു പോർട്ടായി വിദൂര ഭാവിയിൽ തന്നെ അത് മാറ്റും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ വിദൂര ഭാവി എന്ന് പറയുമ്പോഴും കഴിഞ്ഞ മാസം പോലും നമ്മൾ പത്രത്തിലൂടെ വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നു. ഈ 2025 അവസാനത്തോടെ അല്ലെങ്കിൽ 2026 ആദ്യത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മാറ്റിവെച്ചിരിക്കുന്ന തുക നമുക്ക് കാണാൻ കഴിഞ്ഞത് എക്സാക്ട്ലി ഇറ്റ് ഈസ് 6.96 crore മാത്രമാണ്. ആ 6,96,00,000 കൊണ്ട് നമ്മളുടെ മലബാർ ഗ്രീൻ ഫീൽഡ് പോർട്ടിൻ്റെ എന്ത് പ്രവർത്തനമാണ് ആരംഭിക്കുക എന്ന് കണ്ണൂരുകാരായ നമ്മളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ കണ്ണൂരിന് കൂടുതൽ കുറച്ചുകൂടി പ്രാധാന്യം നൽകാമായിരുന്നു എന്നാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വിലയിരുത്തൽ. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ ആണല്ലോ സർക്കാർ എപ്പോഴും എല്ലാ ബജറ്റിലും പ്രാമുഖ്യം നൽകാറുള്ളത്. ഈ ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലക്കും പ്രാധാന്യം കൊടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. അത് സ്ത്രീ സുരക്ഷ, തൊഴിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിരിക്കുമെന്നാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അത് ഏറെ അഭിനന്ദനാർഹമാണ്. ഇതുവരെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ +2 തലം വരെ മാത്രമാണ് സൗജന്യമായിട്ടുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ സർക്കാർ കണ്ണു തുറന്നിട്ടുണ്ടാവണം, ഡിഗ്രി തലത്തിലുള്ള കുട്ടികളൊന്നും ഇവിടെ പഠിക്കുന്നില്ല. അവർ നമ്മുടെ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഒരു പരിധി വരെ പരിഹാരം കാണാൻ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് കഴിയും എന്നുള്ളത് ഏറെ അഭിമാനാർഹവും സ്വീകാര്യവുമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള അപകട ഇൻഷുറൻസിൻ്റെ കാര്യം പലപ്പോഴും നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ കുട്ടികൾ വാഹന അപകടത്തിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കിലും ഒക്കെ മരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെയും സർക്കാർ കുട്ടികളെ പരിഗണിക്കേണ്ട ഒരു ഭാഗമായിട്ടാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് എന്ന നിലയിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ IT മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപാട് സ്കോളർഷിപ്പുകൾ 5000-ഓളം സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലക്ക് കാര്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. എന്തായാലും വാണിജ്യ വ്യവസായ മേഖല അവർ അത്ര സന്തോഷത്തോടെയല്ല ഈ ബജറ്റിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ അടിസ്ഥാന വിഭാഗത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെയാണ് KN ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന സർക്കാർ കാലാവധി പൂർത്തിയാക്കുകയാണ്. 2ാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ പോകുമ്പോൾ അതിനോട് ചേർന്നുകൊണ്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3ാം ഭരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ക്ഷേമ പെൻഷനുകളിലൊക്കെ കോടികൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷന് വേണ്ടി തുക നീക്കിവെക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചത്. എന്തായാലും വിദ്യാർത്ഥി സമൂഹവും വളരെ
ഈ ബജറ്റിനെ സ്വാഗതം ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം അവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ധനമന്ത്രി. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് കൂടി ഈ സൗജന്യ വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതി പ്രഖ്യാപിക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളാണ് ഈ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും. അവർ ഈ കോളേജ് ഓഫ് കൊമേഴ്സിലെയൊക്കെ കുട്ടികളുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ കുട്ടികളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ 3 മണിക്കൂർ നീണ്ട ആ ബജറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരോടുകൂടി എന്താ പറയുക, എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? നല്ല രീതിയിലാണ് കാണുന്നത്. എന്താ എന്താ പറയണ്ടേന്നറിയില്ല. വിദ്യാർത്ഥികൾക്ക് ഒക്കെ പറയും, ഈ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഈ ബജറ്റ്? ഉണ്ട്. കാരണം പല കുട്ടികളും ഡിഗ്രിക്ക് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഡിഗ്രി സൗജന്യമാക്കിയിട്ടാണ് കേരളത്തിൽ. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെല്ലാ വിദ്യാർത്ഥികൾക്കും, ഡിഗ്രി വിദ്യാർത്ഥികൾക്ക്. വലിയ ചെലവാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിന് വരുന്നത്. അപ്പോൾ അത് സൗജന്യമാക്കുക എന്ന് പറയുന്നത് ഒരു ചരിത്ര പ്രഖ്യാപനമാണ്. അതൊരു നല്ലൊരു തീരുമാനമാണ്. കാരണം എല്ലാ സ്റ്റുഡൻസും ഡിഗ്രിക്ക് വേണ്ടി പുറത്തൊക്കെ പോയിട്ട് നല്ല പൈസ ചിലവൊക്കെ കൊടുത്തിട്ടാണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഇത് സൗജന്യമാക്കി എന്നുള്ളത് എല്ലാവർക്കും ഒരു നല്ലൊരു ഇതാണ്. അപകട ഇൻഷുറൻസ് പദ്ധതി കൂടിയുണ്ട്. അതും ഇപ്പോൾ പറയാനാണെങ്കിൽ ഇപ്പോൾ അപകടം കൂടിക്കൂടി വരാണ്. കാരണം റോഡിനുള്ള അവസ്ഥയെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അതായത് അപകടം കൂടുന്നതനുസരിച്ചിട്ട് കുട്ടികളുടെ എണ്ണവും കുറയുന്നുണ്ട്, എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഇൻഷുറൻസ് നൽകിയെന്നാണ് പറയുന്നത്. 1 തൊട്ടിട്ട് 10 വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെ നൽകിയെന്നത് നല്ലൊരു തീരുമാനമാണ്. എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? കൂടുതലും വെൽഫെയർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബജറ്റായിട്ടാണ് കാണുന്നത്. പിന്നെ ഡെവലപ്മെൻ്റ് ഒക്കെ എന്താ പറയുക, പ്യുവർലി റാദർ ദാൻ കുറവാണ്. പക്ഷേ കൂടുതൽ വെൽഫെയറിനാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ അതുപോലത്തെ കുറേ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രി പഠനം അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ എന്താ പറയുക, കണക്ട് ടു വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്തോ വന്നിട്ടുണ്ട്. അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് മന്ത്ലി സ്റ്റൈപ്പൻഡ് ഒക്കെ കൊടുക്കുന്ന അതുപോലത്തുള്ള പ്രൊജക്ട്സ് അതൊക്കെ വിദ്യാർത്ഥികൾക്കും അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നല്ലതായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഗവൺമെൻറ് കുറച്ചുകൂടി വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. സ്വാഗതം ചെയ്യുന്നു. അത് ആസ് എ വിദ്യാർത്ഥി ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞ ഇൻഡസ്ട്രി അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറവാണ് സാർ പറഞ്ഞ പോലെ. എങ്ങനെയാണ് ബജറ്റിനെ ഏത് രീതിയിലാണ് നമ്മുടെ വിദ്യാർത്ഥികളും സമൂഹവും ഒക്കെ കാണുന്നത്? പ്രധാനമായിട്ടും ഒരു നാട്ടിൽ നട്ടലെന്ന് പറയുന്നത് കൃഷിയും വിദ്യാഭ്യാസവും അവിടുത്തെ യുവജനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഫണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കർഷകരുടെ ആത്മഹത്യ ഇതെല്ലാം കൂടിക്കൂടി വരും. പക്ഷേ ഇപ്പോൾ അത് വളരെ കുറഞ്ഞായിട്ടാണ് കാണുന്നത്. അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തായാലും ഈ ഫ്രീ ആയിട്ട് ഡിഗ്രി കോഴ്സ് നമ്മുടെ നാട്ടിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കുറേ കുട്ടികൾ പുറത്തെല്ലാം പോയിട്ട് നല്ല എക്സ്പെൻസുള്ള കോഴ്സെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് അതേപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ടും നല്ലതാണ്. പൊതുവെ നല്ല ബജറ്റാണ്. പൊതുവെ നല്ലൊരു അഭിപ്രായമാണ് ഈ വർഷത്തെ ബജറ്റിനുള്ളത്. ഓക്കെ, എന്തായാലും ഈ ബജറ്റിനെ വിദ്യാർത്ഥി സമൂഹം, യുവസമൂഹമൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്ന നില തന്നെയാണ് ഉള്ളത്. വ്യാവസായിക വാണിജ്യ മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി അടിസ്ഥാന ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റ് എന്ന നിലയിൽ കൂടിയാണ് ഇത് സ്വാഗതം ചെയ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളൊക്കെ തന്നെ, നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ തന്നെ ആ രീതിയിൽ, അതായത് വിദ്യാഭ്യാസ മേഖലയെയും കാർഷിക മേഖലയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ ബജറ്റ് എന്ന രീതിയിൽ തന്നെയാണ് അവരും വിലയിരുത്തുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കേരളം. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുകയുള്ളൂ. ആ രീതിയിലുള്ള ഒരു ബജറ്റ് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സാരഥികളും അതോടൊപ്പം തന്നെ ഇവിടെ ബജറ്റ് ചർച്ചയ്ക്കായി എത്തിയ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.